ഹലോ ഗായ്സ്, ക്രിസ്മസ് പരീക്ഷ വരാറായി. അപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നായിരുന്നു ബൈ ആൻ മരിയ ജോമി. ക്രിസ്മസ് എക്സാമിന് എങ്ങനെ പഠിക്കണം എന്ന് ചോദിച്ചിട്ട്. സോ എങ്ങനെ നമുക്ക് ഈ ക്രിസ്മസ് എക്സാമിന് പഠിക്കാം പ്ലസ് നല്ല മാർക്കും വാങ്ങിക്കാം എന്നതൊക്കെ പറയുന്ന 5 ടിപ്സാണ് ഇന്നത്തെ വീഡിയോ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്പർ 1, സ്റ്റാർട്ട് ഏർലി, ഡോണ്ട് വെയിറ്റ് ഫോർ ദ പെർഫെക്റ്റ് ടൈം. ഇപ്പോഴും നമ്മളിൽ പലരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു പെർഫെക്റ്റ് ടൈമിന് വേണ്ടിയിട്ടാണ്. എക്സാം അല്ലേ, തലേ ദിവസം പഠിക്കാം. നോട്ട്സ് അല്ലേ, സൺഡേ നൈറ്റ് എഴുതാം. അങ്ങനെ ഒരു പെർഫെക്റ്റ് ടൈമിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു. ബട്ട് ദ ട്രൂത്ത് ഇസ് ദർ ഇസ് നോ പെർഫെക്റ്റ് ടൈം. നമുക്ക് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരിക്കും. പിന്നെ ഇഷ്ടമുള്ള കാര്യങ്ങളുണ്ടല്ലോ, ലൈക്ക് മൂവീസ് കാണല്, റീൽസ് നോക്കല്, ഉറങ്ങല്, ഇതിനൊക്കെ നമ്മൾ സമയം വല്ലതും നോക്കാറുണ്ടോ? ഇല്ല അല്ലേ? സോ ഗൈസ്, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് പഠിക്കുന്ന കാര്യത്തിൽ എന്ത് ചെയ്യുക, ഇഷ്ടം കൊണ്ടുവരിക. അതിന് നിങ്ങൾക്ക് മാത്രമേ കഴിയൂ. അത് എത്ര മോട്ടിവേഷൻ വീഡിയോസ് കണ്ടാലും വരത്തില്ല. നിങ്ങൾക്ക് സ്വയം തോന്നണം. അപ്പോൾ ആ ഒരു തോന്നൽ അങ്ങ് വരുത്തുക. പഠിക്കുന്ന കാര്യത്തിൽ കൂടുതൽ റിസ്ക് എടുക്കരുത്. എത്ര നേരത്തെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നു അത്രയും നിങ്ങൾക്ക് തന്നെയാണ് നല്ലത്. ഇനിയും ഒരു മാസത്തിൽ കൂടുതലുണ്ട് ടൈം എന്ന ഒരു മൈൻഡ് വോയിസ് ഒക്കെ വരും. പക്ഷെ നിങ്ങൾ ലാസ്റ്റിലെ ഓണം എക്സാമിന് സ്ട്രെസ് എടുത്ത് പഠിച്ചതുപോലെ പഠിക്കണ്ട എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ പഠിക്കാൻ തുടങ്ങുക. കലണ്ടർ എടുക്കുക. ഇനി പരീക്ഷയ്ക്ക് എത്ര ദിവസം ബാക്കിയുണ്ടെന്ന് നോക്കുക. ദെൻ ക്രിയേറ്റ് എ മിനി പ്ലാൻ. ഫോർ എക്സാമ്പിൾ, ഓരോ ദിവസവും ഓരോ സബ്ജക്റ്റിലെ പോർഷൻസ് പഠിക്കാം എന്നതുപോലെ. നമ്മൾ ഈ തലേ ദിവസം കിടന്ന് ഉറങ്ങാതെ പഠിക്കുന്നതിനേക്കാളും മോർ പവർഫുൾ ആണ് ഇന്ന് തന്നെ കുറച്ചായിട്ട് പഠിക്കാൻ തുടങ്ങുന്നത്. നമ്പർ 2, അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ്, ഡോണ്ട് ജസ്റ്റ് മെമ്മറൈസ്. ഇപ്പോഴും ഒരുപാട് കുട്ടികൾ ചെയ്യുന്ന കാര്യമാണ് കാണാപ്പാഠം പഠിക്കുന്നത്. റിപ്പീറ്റഡ് ആയിട്ട് ഈ പാരഗ്രാഫ്സ് വായിച്ച് പഠിക്കുന്നു. എക്സാം ഹാളിൽ ഇതൊക്കെ ഓർമ്മിക്കാൻ പറ്റും എന്ന ഒരു ഉറപ്പിൽ. പക്ഷേ ഓർമ്മ വന്നില്ലെങ്കിലോ, നമ്മുടെ മാർക്ക് പോയില്ലേ? ബ്ലൈൻഡ്ലി ഇങ്ങനെ മെമ്മറൈസ് ചെയ്ത് പഠിക്കുന്നതിന് പകരം നിങ്ങൾക്കതൊന്ന് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിച്ചൂടെ? അതിനിപ്പം എത്ര ടൈം എടുത്താലും കാണാപ്പാഠം പഠിക്കുന്നതിനേക്കാളും എത്രയോ ബെറ്റർ ആണ് അത്. ആ ഒരു ടോപ്പിക്കിന്റെ ലോജിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ യുവർ ബ്രെയിൻ നാച്ചുറലി സ്റ്റോർസ് ഇറ്റ് ലോങ്ങർ. ഒരു എക്സാമ്പിൾ പറയാം. ബയോളജിയിലെ ഫോട്ടോസിന്തസിസ്, നിങ്ങളിങ്ങനെ ഫോട്ടോസിന്തസിസ് ഇസ് ദ പ്രോസസ് ബൈ വിച്ച് പ്ലാന്റ്സ് മേക്ക് ഫുഡ് എന്നും പറഞ്ഞ് കാണാപ്പാഠം പഠിക്കാതെ റിയൽ ലൈഫുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് പഠിക്കുക. അതായത് ഇമാജിൻ ദാറ്റ് ഒരു പ്ലാന്റ്, അതിൽ ലീഫ് സൺലൈറ്റിനെ ക്യാച്ച് ചെയ്യുന്നു. ആ സൺലൈറ്റിനെ പിന്നെ അത് എനർജി ആക്കിയിട്ട് മാറ്റുന്നു. സോ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്തൊപ്പം റിലേറ്റ് ചെയ്ത് കൂടെ പഠിച്ചാൽ നിങ്ങളത് പിന്നീട് മറക്കില്ല. സോ ഗൈസ്, സ്മാർട്ടായിട്ട് പഠിക്കൂ, മാർക്ക് ഈസി ആയിട്ട് വാങ്ങിക്കാം. നമ്പർ 3, പ്രിയോറിറ്റൈസ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ്. സിലബസിലെ എല്ലാം വിടാതെ പഠിക്കണം എന്നൊന്നുമില്ല. ആദ്യം ഹൈ വെയിറ്റേജ് ചാപ്റ്റേഴ്സ് അറിയണം. അതായത് എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും സെയിം മാർക്കിന് തന്നെ ക്വസ്റ്റ്യൻസ് വരണമെന്നില്ല. ചില ചാപ്റ്റേഴ്സിൽ നിന്ന് 8 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കാം, പക്ഷേ ചിലതിൽ നിന്ന് 15 മാർക്കിനും ചോദിക്കാം. സോ സി ദ ഡിഫറൻസ്. ആ ഒരു 15 മാർക്കിന് ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റേഴ്സ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈസിയാണ്. ഇനി ഇങ്ങനെ വെയിറ്റേജ് അറിയില്ലെങ്കിൽ ഡോണ്ട് വറി ഗൈസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കാം. അതിൽ എവിടെ നോക്കിയാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് എന്നത് നോക്കിയിട്ട് നോട്ട് ചെയ്യുക. ഏത് ചാപ്റ്ററിൽ നിന്നാണ് കൂടുതൽ മാർക്കിന് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് എന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈസിയായ കാര്യങ്ങൾ. കൂടാതെ നിങ്ങളുടെ ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് കിട്ടിയില്ലേ? ദാറ്റ്സ് ഓൾ ഗൈസ്. അപ്പോൾ ആദ്യം ഈ ചാപ്റ്റേഴ്സിൽ നിന്ന് നിങ്ങൾ തുടങ്ങുക. ഈവൻ നമുക്ക് വേറെ പോർഷൻസ് പഠിക്കാനുള്ള സമയം കിട്ടിയില്ലെങ്കിലും യു ഹാവ് ഓൾറെഡി മാസ്റ്റേർഡ് ദ മോസ്റ്റ് സ്കോറിംഗ് പാർട്സ്. നമ്പർ 4, റിവൈസ് സ്മാർട്ട്ലി, യൂസ് ദ 3R റൂൾ. റിവിഷൻ നമുക്ക് പല രീതിയിൽ ചെയ്യാം കേട്ടോ. അതിൽ സാധാരണ നമ്മൾ എല്ലാവരും ചെയ്യാറുള്ള ഒരു കാര്യമാണ് ഈ വായിച്ചത് തന്നെ പിന്നെയും വായിക്കുക എന്നത്. നമുക്ക് തന്നെ ഒരു ടയേർഡ് ഫീലിംഗ് വരും കുറച്ച് കഴിഞ്ഞാൽ. അതിനൊക്കെ പകരം നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മെത്തേഡാണ് കേട്ടോ ഈ ഒരു 3R റൂൾ. അതായത് റീഡ്, റീകോൾ, റിവ്യൂ. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് നിങ്ങളുടെ ഓൺ നോട്ട്സ് നിങ്ങൾ ആദ്യം വായിക്കുക. ലൈക്ക് ചുമ്മാ വായിച്ചു പോവല്ല, അതിലെ കോൺസെപ്റ്റ്സ് മനസ്സിലാക്കുക. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് റീകോൾ ആണ്. അതായത് ബുക്കൊന്നും നോക്കാതെ സ്വയം ഓർത്ത് നോക്കുക. ആദ്യത്തെ പോയിന്റിൽ എന്താണ് പറഞ്ഞത്, പിന്നീട് എന്താണ് പറഞ്ഞത് എന്ന്. ഇത് നിങ്ങൾക്ക് ഓർത്ത് നോക്കാം, അല്ലെങ്കിൽ സ്വയം പറഞ്ഞും നോക്കാം. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് റിവ്യൂ ആണ്. അതായത് ഇങ്ങനെ നമ്മൾ റീകോൾ ചെയ്തപ്പം ചില പോയിന്റ്സ് എന്തായാലും വിട്ടുപോയിട്ടുണ്ടാകും. അപ്പം ആ വിട്ടുപോയിട്ടുള്ള പോയിന്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് ഒന്നുകൂടെ വായിച്ച് ഒന്നുകൂടെ മനസ്സിൽ ഉറപ്പിക്കുക. ഇതൊരു ടോപ്പിക്ക് പഠിച്ച് ഉടൻ ചെയ്യണം. ഒപ്പം പീരിയോഡിക്കലി ചെയ്യാനും നിങ്ങൾ മറന്നു പോരുത്. ബിക്കോസ് നമ്മൾ ഓരോ പുതിയ ടോപ്പിക്കും പഠിക്കുന്നതിനനുസരിച്ചിട്ട് മുമ്പ് പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നു പോവും എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾ മുമ്പ് പഠിച്ച കാര്യങ്ങളൊക്കെയും എന്ത് ചെയ്യണം, റിവിഷൻ ചെയ്യണം. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കോൺസെപ്റ്റ്സ് മറക്കുന്നത് നിങ്ങൾ പിന്നീട് കംപ്ലൈൻറ്റ് ചെയ്യില്ല. നമ്പർ 5, സ്റ്റേ പോസിറ്റീവ് ആൻഡ് റിവാർഡ് യുവർ സെൽഫ്. നമ്മുടെ ലൈഫിലെ ഒരു കുഞ്ഞു ചാപ്റ്ററാണ് ഈ എക്സാംസ് എന്ന് പറയുന്നത്, നോട്ട് ദ ഫൈനൽ സ്റ്റോറി. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് സ്ട്രെസ് ചെയ്ത് പഠിക്കരുത്. ഇഫേർട്സ് ഇടണം, പഠിക്കണം. പക്ഷെ എന്ത് ചെയ്യരുത്, മൊത്തം എക്സാം എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ച് നിങ്ങൾ ഒരിക്കലും ഇരിക്കരുത്. ആൻഡ് നിങ്ങൾ ഇഫേർട്സ് ഇടുന്നുണ്ടെങ്കിൽ ആ ഒരു ഇഫേർട്സിനെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ നിങ്ങൾ പഠിക്കണം. ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ റിവാർഡ് ചെയ്യാം. ലൈക്ക് കുറച്ച് നേരം ഒരു മൂവി കാണാം, കുറച്ച് നേരം ഉറങ്ങാം,
അങ്ങനെ നിങ്ങളുടെ ഇഷ്ടം എന്താണോ അതിന് പ്രയോറിറ്റി കൊടുക്കുക. അപ്പം നമുക്ക് കിട്ടുന്ന ഒരു പീസ് ഓഫ് മൈൻഡ് ഉണ്ട്, അതിന് വല്ലാത്ത ഒരു വാല്യൂ ഉണ്ടാവും. സോ ഗായ്സ്, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് വീഡിയോ. കഷ്ടപ്പെട്ട് പഠിക്കാതെ ഇഷ്ടപ്പെട്ടൊന്ന് പഠിച്ചു നോക്കൂ, റിസൾട്ട് സൂപ്പർ ആയിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണേ. അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.